ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എൻ്റെ വിശേഷം. ഇത് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്ന് മോൾക്ക് കുഞ്ഞൂണ് കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ചോറ് കൊടുക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് റെഡിയായിട്ടൊക്കെ. അപ്പോഴും ഓൾറെഡി ഞാൻ ലേറ്റായി കേട്ടോ. അപ്പോൾ ലേറ്റായതുകൊണ്ട് ചേട്ടാ നല്ല ദേഷ്യത്തിലായിരുന്നു. ഇച്ചിരി ഗൗരവമൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. മെയിൻ കാര്യം എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എത്താത്ത എന്താ ലേറ്റാവുന്നത് എന്താന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുവിധം ലേറ്റായിട്ടെങ്കിലും സ്പീഡിന് പെട്ടെന്ന് പോകുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തി. അപ്പോൾ ഇതെൻ്റെ കുടുംബക്ഷേത്രമാണ്. എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഞങ്ങളുടെ കല്യാണം നടന്ന ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മളെ കല്യാണം നടന്ന മണ്ഡപം. അപ്പോൾ കാശിന് മുണ്ടൊക്കെ കൊടുത്താൽ വന്നേ. അങ്ങനെ കാശി അവിടെ കയറിയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മ ദേഷ്യത്തിലായിരുന്നെങ്കിലും പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് തണുത്ത്, കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോൾ അങ്ങ് തണുത്ത്. പിന്നെ ഓക്കെ ആയി. പിന്നെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ലേറ്റായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ചെന്നപ്പോഴന്നെ പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ആക്കിയായിരുന്നു. അങ്ങനെ പായൊക്കെ ഇട്ട്, കാരണം ടൈം ഏതാണ്ട് 9:55 കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെന്നിരുന്ന് അപ്പോഴേ തിരുമേനി വന്ന് എല്ലാമൊക്കെ എടുത്ത് വെച്ച്, അതിനുശേഷം തിരുമേനി വന്ന് മന്ത്രമൊക്കെ പറഞ്ഞ് ആളിന് പുണ്യാളമൊക്കെ തളിച്ച് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ചേട്ടായ ചോറ് കൊടുത്തത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചോറ് കൊടുത്തത് ചേട്ടായ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുത്ത്, കാശി കൊടുത്ത്, നമ്മളെല്ലാവരും ഒക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ ആദ്യം ആൾ ഞങ്ങൾ വിചാരിച്ച് നന്നായിട്ട് കരയുമെന്ന് കേട്ടോ. അപ്പോൾ വലിയ എരിവൊന്നും വെച്ചില്ല. അതുകൊണ്ട് ആദ്യം ആൾ കരഞ്ഞില്ല. പിന്നെ ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ആൾക്ക് നിർബന്ധമൊക്കെ ആയി. ആദ്യം ആൾ വിചാരിച്ചു ഇതെന്താ എല്ലാവരും കഴിക്കുന്നില്ലേ എന്നുള്ള രീതിയിലങ്ങ് ഇരുന്നു. പിന്നെ ആളുടെ രീതിയൊക്കെ മാറി. പിന്നെ ആളങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ അമ്മയൊക്കെ മാറി, എല്ലാവരും ഒക്കെ മാറി കൊടുത്തപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ദേഷ്യമായി. എന്താ ഇത് എല്ലാവരും വാരി കുത്തി കയറ്റുവാണല്ലോ എന്നുള്ള രീതിയിലായി കേട്ടോ. പിന്നെ ആൾ നല്ല നിർബന്ധമായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തന്നെ പറഞ്ഞ എന്താ പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് തേച്ചതേ ഉള്ളൂ. പക്ഷെ ആൾ ഇത്രയും അങ്ങ് ആക്ഷനൊക്കെ ഇട്ട് കരയാൻ തുടങ്ങിയേ. അവൾക്കിത് ഫസ്റ്റ് ടൈം അല്ലേ, അതായിരിക്കാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ നേദ്യത്തിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ വെളിയിലിറങ്ങി നിന്ന്. അപ്പോൾ അകത്ത് തൊഴുവാനൊക്കത്തില്ലല്ലോ, നേദ്യത്തിൻ്റെ ടൈമല്ലേ. അങ്ങനെ ഞങ്ങളങ്ങ് വെളിയിലിറങ്ങി നിന്ന്. അപ്പോഴ് അകത്ത് നേദ്യം നടന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചെങ്കിൽ പുറത്ത് കറങ്ങി തൊഴുതിട്ട് വരാമെന്ന്. അപ്പോൾ അവിടെ മണി കെട്ടും കേട്ടോ. നമ്മളെന്തെങ്കിലും ആഗ്രഹം മനസ്സ് വിചാരിച്ച് മണി കെട്ടിയാൽ മണി കെട്ടി പ്രാർത്ഥിക്കും ആ ക്ഷേത്രത്തിൽ. പക്ഷേ ആക്ച്വലി എനിക്കത് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ഞാൻ മണി കെട്ടി പ്രാർത്ഥിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ. അപ്പോൾ കാശി പാവം മുണ്ടൊക്കെ ഒരു സ്പൈഡർ പാനായി മുണ്ടൊക്കെ പറത്തി ഓടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നേദ്യം കഴിഞ്ഞ് ക്ഷേത്രം തുറന്ന്. അപ്പോൾ നട തുറന്നപ്പോൾ പിന്നെ നമ്മൾ നടയിൽ കയറിയപ്പോൾ കണ്ടെങ്കിൽ ആദ്യമായിട്ട് അമ്പലത്തിൽ കയറുക, ദൈവത്തിന് മുന്നിൽ ആദ്യമായിട്ട് തന്നെ കുഞ്ഞ് ചെല്ലുക. അങ്ങനെ പോയി തൊഴുതു. കുറച്ച് നേരം അതിനകത്ത് നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് നിന്ന് കളിച്ച് പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഞങ്ങളുടെ റിലേറ്റീവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങി നേരെ ഇനി എൻ്റെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ. ആറ്റിങ്ങൽ. പിന്നെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛന് രാവിലെ സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛൻ ചോറ് കൊടുത്ത്. അവനെ വീട്ടിൽ വന്നിട്ട് അച്ഛന് ഇലയിൽ ചോറ് കൊടുക്കുക. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ കൊടുത്ത്. ഇനിയിപ്പം നാളെ അല്ല മറ്റന്നാൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് നേർച്ചയുണ്ട്. അപ്പോൾ അത് എന്തെല്ലാം അച്ഛൻ കാണും. അപ്പോൾ അന്ന് കൊടുക്കണം ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട്. അങ്ങനെ ആൾക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ആൾ കരഞ്ഞ്. പിന്നെ ആളിനെ അങ്ങ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാനിരുന്ന് ഫുഡ് കഴിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ വീട്ടിൽ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉച്ചയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ബൈ പറഞ്ഞ് നേരെ ഇറങ്ങി. പിന്നെ നേരെ ഇങ്ങ് വീട്ടിലോട്ട് വന്ന്. അപ്പോൾ വീടെത്തി. അപ്പം പിന്നെ ശരി, ബായ്.